ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാഗ്വറിൻ്റെ ഫുൾ സെറ്റായിട്ട് വരുന്ന കൺസീൽഡ് ഫ്രഷാണ്. അത് ഫുൾ ബോഡി ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ MRP കാര്യങ്ങൾ എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ജാഗ്വറിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ MRP ഒന്ന് കാണാം. അതായത് ഫുൾ സെറ്റാണ് വരുന്നത്. 12,650 റേറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുൾ സെറ്റാണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ക്ലോത്ത് സെറ്റിന് കൊടുക്കുന്ന കൺസീൽഡ് ഫ്ലഷ് വെക്കാൻ പറ്റുന്ന വിത്ത് ബോഡിയാണ് വരുന്നത്. അതായത് അതിൻ്റെ മെറ്റൽ ബോഡി, ഇതാണ് അതിൻ്റെ ഫ്രെയിം. ഞാൻ പറഞ്ഞ ബോഡി വരുന്നത് ഈ ഫ്രെയിം ഉൾപ്പെടെയാണ് വരുന്നത്. സാധാരണ നമ്മൾ ഹാഫ് ഫ്രെയിം കണ്ടിട്ടുണ്ടാവും, ഇത് ഫുൾ ഫ്രെയിമാണ് വരുന്നത്. ഫുൾ ഫ്രെയിമിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രൊജക്ഷൻ, അതായത് ഈ ബാത്റൂമുകളിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാൾ കെട്ടി തിരിക്കണം. അതിൻ്റെ വാൾ കെട്ടി തിരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഇങ്ങനത്തെ ഫുൾ സെറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ തന്നെ നോക്കുക, ഇതിൻ്റെ തന്നെ ഫ്ലോർ ലെവൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെൻ്റെ ബെൽറ്റാണ്. ബെൽറ്റിൽ നിന്ന് 2 ഇഞ്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ റൂമിൻ്റെ ലെവൽ വരുന്നത്. അപ്പോൾ ആ ബെൽറ്റിൻ്റെ ലെവലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള ബെൽറ്റിൻ്റെ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. ആ ലെവലിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ബേസ്മെൻറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കോൺക്രീറ്റിൽ അതേ ലെവലിൽ, അതായത് ആ ബെൽറ്റ് കാണുന്ന ആ നമ്മൾ പുറമെ വീടിന് ചെയ്യുന്ന ബെൽറ്റിൻ്റെ അതേ ലെവലിലായിരിക്കും ഇത് ഉറപ്പിക്കേണ്ടത്. ആദ്യമേ തന്നെ അതിൻ്റെ കാലുകൾ കറക്റ്റായിട്ട് ഉറപ്പിച്ചതിന് ശേഷം വേണ്ട ലെവലിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രെയിം നമുക്ക് പൊക്കയും താത്തയും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവലായിരിക്കണം, കറക്റ്റ് ചെയ്ത് ലെവലായിട്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ ലെവൽ ഞാൻ പറഞ്ഞു, അതായത് ഫ്ലോർ ലെവൽ നമ്മൾ ബെൽറ്റിൻ്റെ ലെവലാണ് ഫ്ലോർ ലെവൽ. അതിൽ നിന്നും 14 ഇഞ്ചായിരിക്കണം നമ്മുടെ ബോൾട്ടിൻ്റെ അടിവശം വരുന്നത്. ബോൾട്ടിൻ്റെ അടിവശം 14 ഇഞ്ച് കൊടുക്കുക. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ സൈഡ് വരുന്നത്, സെൻറ്റർ വരുന്നത് നമ്മൾ ക്ലോസറ്റിൻ്റെ, അതായത് ഏരിയ വരുന്നത് നമുക്ക് ഭിത്തിയിൽ നിന്നും 18 ഇഞ്ചെങ്കിലും മാറിയിട്ടായിരിക്കണം 4 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഇരിക്കാൻ പോകുന്ന സമയത്ത് ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടുകാല് സൈഡിൽ തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഒരു വാൾ ചെയ്യുന്ന സമയത്ത് 18 ഇഞ്ചെങ്കിലും നമുക്ക് ഭിത്തിയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വാൽവ്, ഫ്ലഷ് വാൽവ് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കൺസീൽഡ് ഫ്ലഷ് കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ കൈയിട്ട് നമുക്ക് കംപ്ലയിൻറ്റുകളൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, കമ്പനി നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഭിത്തിയിൽ നിന്നും ഈ 4 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത് 18 ഇഞ്ചാണ് വരുന്നത്. 18 ഇഞ്ച് വരുന്നത്. പിന്നെ അതിൻ്റെ അടിവശം 14 ഇഞ്ചാണ് വരുന്നത്. ഫ്ലോർ ലെവലാണ് ജസ്റ്റ് ആ കല്ല് വെച്ചിരിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ഫിനിഷിങ്ങിൻ്റെ ഫ്ലോർ ലെവൽ വരുന്നത്, ടൈലിൻ്റെ ഫിനിഷിങ് വരുന്നത്. ആ ലെവലിൽ നിന്നും 14 ഇഞ്ച് നമ്മുടെ ബോൾട്ടിൻ്റെ അടിവശം കറക്റ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ലെവൽ വരുന്നത്. എല്ലാ അത്യാവശ്യം ക്ലോസറ്റിലെല്ലാം തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ 14 ഇഞ്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷിങ് ലെവൽ വരുന്ന സമയത്ത് ക്ലോസറ്റ് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടി അത് 16 ഇഞ്ചിനും 18 ഇഞ്ചിനും ഇടയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് അത് മതി. സ്റ്റാൻഡേർഡ് അളവ് 16, 17 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് അളവ് വരുന്നത്. നമുക്കൊരു 16 തൊട്ട് 18 ഇഞ്ചിൻ്റെ ഇടയിൽ വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിരിക്കും. അതിന് മുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഉറപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബൾജ് ചെയ്ത് അപ്പുറത്തേക്കും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നമ്മളൊരു റോഡ് കൊടുത്തതിന് ശേഷം അതിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, 4 ഇഞ്ച് പോയിരിക്കുന്ന ലെവൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ട 4 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നുണ്ട്. ആ എൽബോ തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ കപ്ലിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം നേരെ നമ്മൾ പുറത്തേക്കാണ് കളയേണ്ടത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ പിടിപ്പിക്കാമെന്ന ഡീറ്റെയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫ്രെയിം നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഫ്രെയിം ഫുൾ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. ബോഡി ഫുൾ മെറ്റൽ ഫ്രെയിമറാണ്. അത് മാത്രമല്ല പൗഡർ കോട്ടറാണ്. പൗഡർ കോട്ടർ ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പുടിക്കുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. ഇനി ടൈൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ബെൽറ്റ് കണ്ടോ, ജസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേ ലെവലിൽ തന്നെ അത്രയും കനത്തിൽ വേണം നമുക്ക് ടൈല് അല്ലെങ്കിൽ ഒട്ടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോർ ലെവൽ, ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവൽ എങ്ങനെ എടുക്കാമെന്നും ബാത്റൂമിൻ്റെ ഫ്ലോർ ലെവലിൽ നിന്ന് എന്തോരം താഴ്ന്ന കാര്യങ്ങൾ എങ്ങനെ ലെവലിൽ നിൽക്കണമെന്നും എങ്ങനെ ഉറപ്പിക്കാമെന്നും പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ സിമ്പിളായിരിക്കുമെന്ന് ഏകദേശം ഒക്കെ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.